ഹൈ ഗൈസ്, അങ്ങനെയൊക്കെ ഒരുപാട് നാൾക്ക് ശേഷം വീണ്ടും ഒരു ബേഴ്സക്ക് വീഡിയോ. അതിനോ കുറച്ച് ചെറിയ വീഡിയോ ആണ്, കുറച്ചല്ല. നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത അത്രയും ലെങ്തി വീഡിയോ ഒക്കെ ഉണ്ടാവത്തില്ല. പക്ഷെ കണ്ടന്റോട് ഓറിയന്റഡ് ആയതുകൊണ്ട് പിന്നെ ചാപ്റ്റർ ക്ലോസ് ആയതുകൊണ്ട് തന്നെ ഞാനിത് ഇവിടെ ക്ലോസ് ചെയ്തിട്ട് പിന്നെ അടുത്ത ആർക്ക് പുതിയ ചാപ്റ്റർ വെച്ചത് പുതിയ വീഡിയോ വെച്ച് തുടങ്ങാനുള്ള പ്ലാനാണ്. ആൻഡ് നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല, അത് ഞാൻ പ്രോമിസ് ചെയ്യാം. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 5 ദിവസത്തിന് കൂടുതൽ നിങ്ങൾ വെയിറ്റ് ചെയ്യിപ്പിക്കത്തില്ല. കാരണം നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട്, അതിന്റെ വെരിഫിക്കേഷനും എല്ലാ പണ്ടാരും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാരണം ഒരുപാട് നാൾ അതിങ്ങനെ പെൻഡിങ്ങിൽ തന്നെ ആയിരുന്നു, അത് കംപ്ലീറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഒരു വട്ടം ട്രൈ ചെയ്തു, രണ്ടാമത്തെ വട്ടം ട്രൈ ചെയ്തു, അങ്ങനെ ഒരുപാട് നാളത് പെൻഡിങ് വന്നു. സോ ഇപ്പം അത് കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ വീഡിയോ ഇനി റെഗുലർ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കും. നിങ്ങൾ 5 ദിവസം അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു ബേഴ്സക്കിന്റെ വീഡിയോ വന്നിരിക്കും. ഓക്കെ, so if you are interested, keep watching. ആൻഡ് ഗ്രിഫിത്ത് ഇങ്ങനെ കാസ്കിയ സെക്സ്വലായിട്ട് അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗഡ്സ് അവിടെ നിന്ന് അലറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അവൻ മനസ്സിലാകുന്നുണ്ടാവും ഇത് നമ്മുടെ ഗ്രിഫിത്ത് അല്ല, ഇവനല്ല ഇങ്ങനെ ചെയ്യുന്നത്, അവന്റെ ഉള്ളിൽ വേറെ എന്തുകൊണ്ട് അതാണ് അവനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണ് ഗഡ്സ് അവിടെ നിന്ന് അലറിക്കൊണ്ട് ആലോചിക്കുന്നത്. ആൻഡ് കാസ്കിയായിട്ടുള്ള ഫുള്ള് പരിപാടി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഗ്രിഫിത്ത് കാസ്കിയ വലിച്ചെറിയ നേരെ ഗഡ്സിന്റെ അടുത്തോട്ട് വരും. ആൻഡ് ഇവിടെ കട്ടിയത് നമുക്ക് വേറെ കാണിക്കുന്നത് സ്കൾനൈറ്റും സോഡും കൂടി അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നത് നമ്മുടെ ചെറിയ പയ്യനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ആൻഡ് ഇവർ രണ്ടുപേരും ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതിനിടക്ക് സ്കൾനൈറ്റ് സോഡിന്റെ കൈ വെട്ടും. ആൻഡ് സോഡിന്റെ കൈ പോയതുകൊണ്ട് തന്നെ സോഡിന് അവിടുന്ന് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ സ്കൾനൈറ്റ് വേഗം അവിടെ ആ ബാരിയർ പൊളിച്ചിട്ട് ഈ ഉള്ളിലോട്ട് വരും. അതായത് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നതിന്റെ ഉള്ളിലോട്ട് വരും. ആൻഡ് ഉള്ളിൽ വന്ന പാട് തന്നെ സ്കൾനൈറ്റ് നേരെ വോയിഡിന്റെ അടുത്തോട്ട് പോകും. വോയിഡിന്റെ അടുത്തോട്ട് പോയിട്ട് വോയിഡിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ വോയിഡ് ഒരു പോർട്ടൽ പോലുള്ള ഒരു സാധനമായിട്ട് തലയുടെ മുകളിൽ ഉണ്ടാക്കിയിട്ട് ഈ സ്കൾനൈറ്റിന്റെ അറ്റാക്ക് ഡോഡ്ജ് ചെയ്ത് കളയും. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് സ്കൾനൈറ്റ് കാണുന്നത് കാസ്കയും ഗ്രിഫിത്തിനെയാണ്. ഇവർ രണ്ടുപേരും ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞതുകൊണ്ട് തന്നെ സ്കൾനൈറ്റ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരെയും സ്കൾനൈറ്റിന്റെ കുതിരയായിട്ട് പുറത്ത് നിർത്തിയിട്ട് അവിടുന്ന് പോകാൻ വേണ്ടി നോക്കും. ഗ്രിഫിത്തിന്റെ അറ്റാക്ക് കാരണം തന്നെ കാസ്ക അൺകോൺഷ്യസ് ആയിട്ടുണ്ടാവും. പിന്നെ ആ ഒരു ഒപ്പോസില് ഗഡ്സിന്റെ കൈ കടിച്ചത് കൊണ്ട് തന്നെ ഗഡ്സും അവിടെ അൺകോൺഷ്യസ് ആയിട്ടുണ്ടാവും. ആൻഡ് ഇവർ രണ്ടുപേരെയും കുതിരപ്പുറത്ത് നിർത്തിയിട്ട് സ്കൾനൈറ്റ് അവിടുന്ന് പോകും. ആൻഡ് നേരെ പോകുന്നത് റിക്കറ്റിന്റെ അടുത്തായിരിക്കും. റിക്കറ്റ് എന്ത് ചെയ്യും, റിക്കറ്റിന്റെ അടുത്ത് കൊടുത്തിട്ട് പറയും ഇവർക്ക് രണ്ടുപേർക്കും ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം, കാരണം ഇവർ രണ്ടുപേരും മരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം സ്കൾനൈറ്റ് റിക്കറ്റിനോട് പറയും. ആൻഡ് റിക്കറ്റിന്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ആ ഫെയറി ഫാമിലി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മരുന്നുണ്ടാവും, അത് കൊടുത്തു കഴിഞ്ഞ് എല്ലാവരുടെയും എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും ഹീലാവുന്ന മരുന്നുണ്ടാവും. സോ റിക്കറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്കറ്റ് നേരെ ആ ഫെയറി എടുത്തിട്ട് ഇവരുടെ രണ്ടുപേരുടെയും ബ്ലീഡിങ് നിർത്തിക്കും. ആൻഡ് റിക്കറ്റ് ഇങ്ങനെ ഇവരെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് സോഡ് കയറി വരുന്നത്. ആൻഡ് സോഡ് വന്നത് സോഡ് ആദ്യമായിട്ട് കാണുന്നത് ഗഡ്സിനെയാണ്. ഗഡ്സിനെ അവിടെ കണ്ടപ്പോൾ തന്നെ സോഡ് ആകെ ഷോക്കാവും. കാരണം ഗഡ്സിനെ ഓൾറെഡി സോഡിനെ അറിയാം, ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്തിട്ടാണ്. സോഡിന് ആദ്യമായിട്ടൊരു ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുത്തതെല്ലാം ഗഡ്സാണ്. അതുകൊണ്ട് തന്നെ ഗഡ്സിനെ കാണും. ആൻഡ് ഗഡ്സിന്റെ കഴുത്തിലുള്ള ആ ബേഴ്സർക്ക് സിമ്പിൾ കാണും. ഈ സിമ്പിൾ കണ്ടപ്പോൾ തന്നെ സോഡ് പറയും ഇവൻ ഈ സമയം കൊണ്ട് സാക്രിഫൈസ് ആവേണ്ടതായിരുന്നു, നീ അവനെ പുറത്തോട്ട് കൊണ്ടുവന്നത് നീ വലിയ ചെയ്ത് വലിയ തെറ്റാണ്. സോ അവന്റെ ജീവിതം ഇനി അങ്ങോട്ടൊരു നരകം പോലെ ആയിരിക്കും എന്നുള്ള കാര്യം സോഡ് സ്കൾനൈറ്റിനോട് പറയും. പക്ഷേ സ്കൾനൈറ്റ് ഇതൊന്നും നോക്കാണ്ട് നേരെ അവിടുന്ന് ഗഡ്സിനെയും കാസ്കയും അതുപോലെ തന്നെ റിക്കറ്റിനെയും എടുത്തിട്ട് അവിടുന്ന് പോകും. ആൻഡ് ഇവിടെ കട്ടി നമുക്ക് വീണ്ടും ഗോഡ് ഹാൻഡ് മെമ്പേഴ്സ് തമ്മിൽ സംസാരിക്കുന്നത് കാണിക്കും. അതിൽ വോയിഡ് പറയും നമ്മൾ സ്കൾനൈറ്റ് ഇവിടെ വരുന്ന കാര്യം എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നുള്ള കാര്യം ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്ന് പറയും. ഇത് കേട്ടൊരു സ്ലാന് പറയും എന്തായിരുന്നോ വിധി, അത് നടപ്പിലാക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ല എന്ന് പറയും. ആൻഡ് ഇവിടെ കട്ടി നമുക്ക് വീണ്ടും സ്കൾനൈറ്റിനെ കാണിക്കും. സ്കൾനൈറ്റ് ഇവരെ 3 പേരെ എടുത്തിട്ട് ഒരു വില്ലേജിലോട്ട് വന്നിട്ടുണ്ടാവും ഇവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇത് ഏത് വില്ലേജാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗഡ്സ് ഒരു വർഷമായിട്ട് ട്രെയിനിങ് ചെയ്തൊരു ഇതില്ലേ, അതായത് ഗ്രിഫിത്തായിട്ട് പിരിഞ്ഞതിന് ശേഷം ഗഡ്സ് ഒരു വർഷം ഒരു വില്ലേജിൽ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ വില്ലേജിലോട്ടാണ് ഇപ്പൊ സ്കൾനൈറ്റ് ഗഡ്സിനെയും കാസ്കയെയും അതുപോലെ തന്നെ റിക്കറ്റിനെയും കൊണ്ടുവന്നുള്ളത്. ആൻഡ് ഇവിടെ എത്തിയ പാട് തന്നെ ഗഡ്സിനെ ഓൾറെഡി അറിയുന്ന ഒരു സ്പോർട്സ്മാൻ അവിടെ ഉണ്ടായിരുന്നു, സ്പോർട്സ് സ്മിത്ത് അവിടെ ഉണ്ടായിരുന്നു. അവളുടെ മകള് പോലും തന്നെ കാസ്കക്കും ഗഡ്സിനും ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി ആരംഭിക്കും. ആൻഡ് ഇവരെങ്ങനെ ഒരു സേഫ് ആക്കിയ സ്ഥലത്തിലോട്ട് എത്തിയതിനു ശേഷം സ്കൾനൈറ്റ് അവിടെ നിന്ന് പോകും. ആൻഡ് ഇങ്ങനെ കുറച്ച് ദിവസം ഇവർക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് ഇവർ അൺകോൺഷ്യസിലായിട്ട് ഇങ്ങനെ പോവായിരിക്കും. ആൻഡ് ഇങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം ഗഡ്സ് ആദ്യം ഒന്ന് കണ്ണു തുറക്കും. ആൻഡ് കണ്ണു തുറന്നതിന് എണീറ്റതിന് ശേഷം ആദ്യം ചോദിക്കുന്നത് കാസ്ക എവിടെയെന്നാണ്. ആൻഡ് ഗ്രിഫിത്ത് കാസ്ക അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഗഡ്സിന് ഇപ്പൊ അറിയില്ല കാസ്ക ജീവനോടെ ഉണ്ടോ ഇല്ലയെന്ന്. അതുകൊണ്ട് തന്നെ റിക്കറ്റിന്റെ അടുത്ത് ചോദിക്കും കാസ്ക എപ്പോഴും ജീവനോടെ ഉണ്ടോ എന്ന്. ആൻഡ് ഒരുപാട് റേജിലായിരുന്ന ഗഡ്സിനെ കണ്ടിട്ട് റിക്കറ്റും പേടിച്ചിട്ട് കാസ്ക ജീവനോടെ തന്നെ ഉണ്ട്, അവളിപ്പോ ഒരു വാട്ടർഫോളിലാണ് ഉള്ളതെന്ന് പറയും. ആൻഡ് ഇത് കേട്ട ഗഡ്സ് അങ്ങോട്ട് പോകും. നമുക്ക് പിന്നെ കാസ്കയെ കാണിക്കും, അവൾ ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വെള്ളത്തിന്റെ അടിയിൽ നിൽക്കുകയായിരിക്കും. ആൻഡ് ഗഡ്സ് നേരെ ഓടിപ്പോയിട്ട് കാസ്കയുടെ കൈ പിടിക്കും. ആൻഡ് കാസ്ക ഗഡ്സിനെ കണ്ടതും പേടിക്കാൻ തുടങ്ങും. ആൻഡ് കാസ്കക്ക് ഗഡ്സിനെ അറിയാത്ത പോലെ കാസ്ക ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഇത് കണ്ടിട്ട് എന്താ ഉണ്ടായെന്നുള്ള കാര്യം റിക്കറ്റിന്റെ അടുത്ത് ഗഡ്സ് ചോദിക്കും. അപ്പൊ റിക്കറ്റ് പറയും 2 ദിവസം മുന്നെയാണ് കാസ്ക എഴുന്നേറ്റത്, അവൾ എഴുന്നേറ്റപ്പോ തന്നെ ഇങ്ങനെയാണ്, അവൾക്ക് ആരെയും അറിയത്തില്ല, അവൾ എല്ലാവരെയും കണ്ട്
പേടിക്കുന്നു. അവൾക്ക് വൈറ്റ് ഓക്സിൽ ഉണ്ടായിരുന്നതും ഒന്നും ഇപ്പൊ ഓർമ്മയില്ല എന്നുള്ള കാര്യം റിക്കറ്റ് ഗഡ്സിന്റെ അടുത്ത് പറയും. അവിടെയുള്ള ആ ഒരു ചെറിയ പെങ്കൊച്ചു മാത്രമായിട്ടാണ് കാസ്ക കുറച്ചും കൂടി അറ്റാച്ച്ഡ്. ബാക്കിയുള്ള ആരെ കണ്ടാലും കാസ്ക പേടിച്ച് മാറി നിൽക്കുകയാണ്. ആൻഡ് ഇപ്പൊ ഗഡ്സിന് കാര്യം മനസ്സിലാവും. പഴയ ഓർമ്മകളും പഴയ കാര്യങ്ങളൊന്നും ഇപ്പൊ കാസ്കക്ക് ഓർമ്മയിലില്ല. അതായത് അവളുടെ ബുദ്ധിയിൽ ഇപ്പൊ ഈ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം ഗഡ്സിന് മനസ്സിലാവും. ആൻഡ് എല്ലാം കൊണ്ടും തകർന്നു നിൽക്കുന്ന ഗഡ്സ് അവന്റെ ഫ്രണ്ട്സ് പോയി, അവൻ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കണം എന്ന് വിചാരിച്ച പെൺകുട്ടി അവനെ പറ്റി ഓർക്കുന്നു പോലുമില്ല. അങ്ങനെ എല്ലാം കുട്ടി ആലോചിച്ചിട്ട് മൊത്തമായിട്ട് തകർന്നു നിൽക്കുന്ന ഗഡ്സ് അവിടുന്ന് ഓടിപ്പോകും. ആൻഡ് ഓടിപ്പോകുമ്പോൾ അവന്റെ പഴയ കാര്യങ്ങളും അവൻ വൈറ്റ് ഹൗസിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളും മരിച്ചുപോയ ഫ്രണ്ട്സിനെ കുറിച്ചിട്ട് എല്ലാം അവൻ ആലോചിച്ചുകൊണ്ട് ഓടി ഒരു മലയുടെ മുകളിൽ ഓടിക്കൊണ്ട് കയറിക്കൊണ്ടിരിക്കും. ആൻഡ് ഗ്രിഫിത്ത് അവന്റെ സ്വപ്നത്തിന് വേണ്ടി എല്ലാവരെയും കൊന്നുള്ള കാര്യം ആലോചിച്ചിട്ട് അവൻ ഭയങ്കരമായിട്ട് റേജ് ആവാൻ തുടങ്ങും. ഫിത്ത് എല്ലാവരെയും ഇത്ര നാളൊരു പകിടായിട്ട് എല്ലാവരെയും യൂസ് ചെയ്യായിരുന്നു. ആൻഡ് ഗ്രിഫിത്തിന്റെ പോലെ ഇത്രയും പിന്നെ നിന്ന് കുത്തിയ ഒരാൾ അവന്റെ ഫ്രണ്ടായിട്ട് അവൻ ഇത്രയും നാൾ കണക്കാക്കി ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് അവൻ വിഷമിക്കാൻ തുടങ്ങും. ഇങ്ങനെ ഓടി ഓടി ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഗ്രിഫിത്ത് അവിടെ വീഴും. ആൻഡ് അവിടെ വീണിട്ട് അതിങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ രാത്രിയാവും. ആൻഡ് രാത്രി ആയതിനു ശേഷം അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോഴായിരിക്കും അവന്റെ ചുറ്റും ഒരുപാട് സ്പിരിറ്റ്സ്, പ്രേതങ്ങൾ. ആൻഡ് ഇത് കണ്ടിട്ട് ഗഡ്സ് ആകെ ഷോക്കാവും. കാരണം ഇത്രയും നാൾ അവൻ ഇങ്ങനെയുള്ള കഴിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് പ്രേതങ്ങളെ കാണാനുള്ള കഴിവുകളൊന്നും അവൻ ഉണ്ടായിരുന്നില്ല. സോ ഇപ്പൊ പ്രേതങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം അവൻ ആകെ ഷോക്കായിട്ട് എല്ലാ ഭാഗത്തും പ്രേതങ്ങൾ, രാത്രി മൊത്തം അവന്റെ ചുറ്റും പ്രേതങ്ങൾ. ആൻഡ് ഇവരെല്ലാം കണ്ടിട്ട് ഇവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് സ്കൾ നൈറ്റ് വരിക. ആൻഡ് സ്കൾ നൈറ്റ് വന്നതും ഗഡ്സിനോട് പറയും, നീ ഇനി മുതൽ നിന്റെ ലൈഫ് ഇങ്ങനെയായിരിക്കും. കാരണം നീ മരണത്തെ തോൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. നീ ഓൾറെഡി മരിച്ചവനാണ്. ആൻഡ് നരകത്തിലുള്ള ഒരാളാണ്. ആൻഡ് നരകത്തിലുള്ള നീ ഇപ്പൊ ഭൂമിയിൽ ജീവിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ പ്രേതങ്ങൾക്കും നിന്നെയും കാണാം, നിനക്ക് എല്ലാ പ്രേതങ്ങളെയും കാണാം. സോ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് ഞാൻ നിന്നെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നതും കൊണ്ട് മാത്രമാണെന്ന് പറയും. ആൻഡ് നിന്റെ ശരീരം ഇപ്പോഴും ഈ ഭൂമിയിൽ ജീവനോടെ ഉള്ളതുകൊണ്ട് തന്നെ ആ സ്പിരിറ്റ്സ് എല്ലാ രാത്രിയും നിന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. നീയും എല്ലാ രാത്രിയും നിനക്ക് ജീവൻ വേണമെന്നുണ്ടെങ്കിൽ അവരോട് തിരിച്ച് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയും. ആൻഡ് ഇതും പറഞ്ഞിട്ട് സ്കൾ നൈറ്റ് അവന്റെ കത്തി എടുത്തിട്ട് നേരെ ഗഡ്സിന്റെ അടുത്ത് കൊടുക്കും. ആൻഡ് ഈ കത്തി മേടിച്ചതും ഗഡ്സ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്പിരിറ്റ്സിനെയും വെട്ടാൻ തുടങ്ങും. ആൻഡ് ഈ എല്ലാ സ്പിരിറ്റ്സിനെയും ഇങ്ങനെ വെട്ടി വെട്ടി അവസാനം കുറച്ച് കഴിയുമ്പോൾ ഗഡ്സ് ഒന്ന് ടയേർഡാവും. ആൻഡ് ഇത് കണ്ടിട്ട് സ്കൾ നൈറ്റ് ചോദിക്കും, നിന്റെ ലൈഫ് മൊത്തം ഇനി നീ ഇങ്ങനെയാണ് എല്ലാ രാത്രിയും നീ കഴിയേണ്ടത്, ഇപ്പൊ തന്നെ ടയേർഡായ എങ്ങനെയെന്ന് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് ഗഡ്സ് പറയും, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ട് വീണ്ടും അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്പിരിറ്റ്സിനെയും ഗഡ്സ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴായിരിക്കും ഗഡ്സിനൊരു കാര്യം ആലോചിക്കുക. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം സിമ്പിൾ, അതായത് ഈ സെയിം ബേഴ്സേർക്ക് സിമ്പിൾ കാസ്കയുടെ അടുത്തുണ്ട്. സോ കാസ്കയെ ഇങ്ങനെ സ്പിരിറ്റ്സ് അറ്റാക്ക് ചെയ്യുന്നുള്ള കാര്യം ആലോചിച്ചിട്ട് പെട്ടെന്ന് തന്നെ കാസ്കയുടെ അടുത്ത് പോകണമെന്ന് പറയും. ആൻഡ് ഗഡ്സും അതുപോലെ തന്നെ സ്കൾ നൈറ്റും അവരുടെ കുതിരപ്പുറത്ത് നേരെ കാസ്കയുടെ അടുത്ത് പോകും. അപ്പൊ സ്കൾ നൈറ്റിന്റെ അടുത്ത് ഗഡ്സ് ചോദിക്കും, നീ എന്തിനാണ് എന്നെ അവിടെ നിന്ന് രക്ഷിച്ച് കൊണ്ടുവന്നതെന്ന് ചോദിക്കും. ആൻഡ് ഇത് കേട്ടിട്ട് സ്കൾ നൈറ്റ് പറയും, നീ വിധിയെ തോൽപ്പിച്ചതാണ്. നിന്റെ വിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇപ്പൊ മരിച്ച് നീ നരകത്തിൽ ഉണ്ടാവേണ്ട ആളാണ്. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് നിന്നെ രക്ഷിക്കണം എന്ന് തോന്നി, അതുകൊണ്ട് തന്നെ നീ നിന്റെ വിധി മാറി. നീ മരിക്കേണ്ട ഒരാൾ നീ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ആൻഡ് ആ സിമ്പിളും നിന്റെ പുറത്തുണ്ട്. ആ സിമ്പിളുള്ള ഒരാളും ഇപ്പോഴും ജീവനോടെ ഇല്ല. നിങ്ങൾ രണ്ടുപേരും ഒഴിച്ച്, കാസ്കയും ഗഡ്സും ഒഴിച്ചിട്ട് ആ സിമ്പിളുള്ള വേറെ ഒരാളും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. എല്ലാവരും നരകത്തിലാണ്, എല്ലാവരും സാക്രിഫൈസ്ഡ് ആണ്. സോ പണ്ട് തൊട്ട് തന്നെ നിനക്ക് നിന്റെ കാര്യങ്ങൾ നീ ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് നീ വിധിയെ വെല്ലുന്നവനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ നിന്നെ രക്ഷിന്നുള്ള കാര്യം സ്കൾ നൈറ്റ് ഗഡ്സിനോട് പറയും. ആൻഡ് ഇങ്ങനെ ഇവർ രണ്ടുപേരും നേരെ കാസ്കയുടെ അടുത്ത് എത്തും. കാസ്കയുടെ അടുത്ത് എത്തുമ്പോൾ കാസ്കയുടെ ചുറ്റും ഒരുപാട് സ്പിരിറ്റ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ ഒരു സ്പിരിറ്റ് പോലും കാസ്കയെ അറ്റാക്ക് ചെയ്യുന്നുണ്ടാവില്ല. ആൻഡ് ഇത് കണ്ടിട്ട് സ്കൾ നൈറ്റ് പറയും, കാസ്കെ ആ സ്പിരിറ്റ്സ് ഒന്നും അറ്റാക്ക് ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടാന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല, പക്ഷെ ആ സ്പിരിറ്റ്സ് ഒന്നും കാസ്കെ അറ്റാക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം സ്കൾ നൈറ്റ് പറയും. ആൻഡ് ഗഡ്സ് നേരെ കാസ്കയെ അടുത്ത് പോയിട്ട് പറയും, വാ നമുക്ക് ഇവിടുന്ന് പോവാന്ന് പറയും. പക്ഷെ കാസ്ക അവിടുന്ന് വരുന്നുണ്ടാവില്ല. ആൻഡ് പെട്ടെന്ന് കാസ്ക അവളുടെ വയറിൽ കൈവച്ചിട്ട് അവിടെ ഇരിക്കും. ആൻഡ് കാസ്കയുടെ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് ഒരു മോൺസ്റ്റർ കുട്ടി, ഒരു ചെറിയ മോൺസ്റ്റർ പോലുള്ള ഒരു രൂപം പുറത്തോട്ട് വരും. ആൻഡ് ഇത് കണ്ടിട്ട് ഗഡ്സ് ആകെ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കും. കാരണം ഇങ്ങനെ ഒരു മോൺസ്റ്റർ കാസ്കയുടെ വയറ്റിൽ ഇത്രയും നാളുള്ള കാര്യം ആർക്കും അറിയില്ലായിരുന്നു. ആൻഡ് ഈ ചെറിയ മോൺസ്റ്ററിനെ കണ്ടതിന് ശേഷം സ്കൾ നൈറ്റ് അവിടെ നിന്ന് വിളിച്ചു പറയാൻ തുടങ്ങും, അതിനെ ഇപ്പൊ തന്നെ കൊന്നു കളഞ്ഞേക്ക്, അത് ഒരുപാട് ഈവിൾ സ്പിരിറ്റ് ഉള്ളൊരു ബോഡിയാണ്. സോ അതുകൊണ്ട് തന്നെ ആ ചെറിയ കുഞ്ഞിനെ ഇപ്പൊ തന്നെ കൊന്നു കളഞ്ഞെന്നുള്ള കാര്യം സ്കൾ നൈറ്റ് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് ഇത് കേട്ടിട്ട് ഗഡ്സ് അവന്റെ കാല് വെച്ചിട്ട് ആ ചെറിയ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി പോകും. പക്ഷെ ഇത് കണ്ടിട്ട് കാസ്ക പെട്ടെന്ന് തന്നെ മോൺസ്റ്റർ ആയിട്ടുള്ള കുഞ്ഞിനെ അവളുടെ മേത്തോട്ട് ചേർത്ത് വെക്കും. ആൻഡ് ഇപ്പോഴായിരിക്കും സ്കൾ നൈറ്റ് മനസ്സിലാവുക അത് കാസ്കയുടെ കുഞ്ഞാന്നുള്ള കാര്യം. ആൻഡ് സ്കൾ നൈറ്റ് പറയും, കാസ്കയുടെ വയറ്റിന്റെ ഉള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു. ആൻഡ് ലാസ്റ്റ് നടന്ന എക്ലിപ്സിന്റെ എവന്റിൽ ആ കുഞ്ഞു പോലും ഒരു മോൺസ്റ്റർ ആയിട്ട് മാറിയിട്ടുള്ള കാര്യം സ്കൾ നൈറ്റ് ഇവിടെ പറയും. ആൻഡ് ഇപ്പോഴാണ് ഗഡ്സിന് കാര്യം മനസ്സിലാവുക. കാര്യം ഈ എക്ലിപ്സ് എല്ലാം നടക്കുന്നതിന് മുന്നേ തന്നെ കാസ്കയും ഗഡ്സും തമ്മിൽ ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് ഉണ്ടായിട്ടുണ്ടാവും. ആ ഒരു ഇതില്
കാസ്കെ പ്രഗ്നന്റും ആയിണ്ടാവും. ആ ഒരു ചെറിയ കുഞ്ഞായിരിക്കും ഈ എക്ലിപ്സിന്റെ ഇവന്റിൽ ഒരു മോൺസ്റ്ററായി മാറിയുണ്ടാവുക. എക്ലിപ്സിന്റെ ഇവന്റിൽ ഗ്രിഫിത്ത് കാസ്കെ റേപ്പ് ചെയ്തില്ലേ, ആ റേപ്പ് ചെയ്തതില് ഗ്രിഫിത്തിന്റെ സ്പേംസ് ഈ ഇതിൽ തട്ടിയിട്ട്, അതായത് കുഞ്ഞിന്റെ മേത്ത് തട്ടിയിട്ട് ഈ കുഞ്ഞു മൊത്തമായിട്ട് ഇതായിണ്ടാവും, മോൺസ്റ്ററായി മാറിയുണ്ടാവും. അതായിരിക്കും ഈ കുഞ്ഞിങ്ങനെ ആവാനുള്ള കാരണം. ആൻഡ് ഇതറിഞ്ഞിട്ട് ഗഡ്സ് ആകെ റേജ് ആവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ജനിക്കാത്ത കുഞ്ഞിനെ പോലും ഗ്രിഫിത്ത് ഇങ്ങനെ എല്ലാം ചെയ്തെന്ന് ആലോചിച്ചിട്ട് ഗഡ്സിന് എന്താ ചെയ്യണമെന്നായിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ചിരിക്കും. അപ്പൊ സ്കൾ നൈറ്റ് അവിടെ നിന്ന് വിളിച്ച് പറയും, അതിനിപ്പോ തന്നെ കൊന്നു കളഞ്ഞേക്ക്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അത് കാരണം ഭയങ്കര പ്രോബ്ലംസ് ഉണ്ടാവും പറയും. ആൻഡ് ഇത് കേട്ടതും ഗഡ്സ് ആ കുഞ്ഞിനെ വേഗം തന്നെ കാസ്കിന്റെ അടുത്ത് എടുക്കും. ആൻഡ് ഇതിന്റെ റിയാക്ഷൻ ആയിട്ട് കാസ്ക അലറാൻ തുടങ്ങും. ആൻഡ് ഗഡ്സും ഈ കുഞ്ഞിനെ കൊല്ലാന്നുള്ള ലെവലിൽ കയ്യിൽ വെച്ചിട്ട് ഞെരിക്കാൻ നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് തന്നെ രാവിലെ ആവുന്നത്, സൂര്യൻ ഉദിക്കുന്നത്. ആൻഡ് സൂര്യൻ ഉദിച്ചതും ഗഡ്സിന്റെ കയ്യിലിരുന്ന് തന്നെ ആ കുഞ്ഞ് മാഞ്ഞു പോകാൻ തുടങ്ങും. ആൻഡ് അവിടെ ഉണ്ടായിരുന്ന ഓരോ സ്പിരിറ്റ്സും മാഞ്ഞു പോകാൻ തുടങ്ങും. ആൻഡ് ഇത് കണ്ടിട്ട് സ്കൾ നൈറ്റ് പറയും, ആ കുഞ്ഞ് നിങ്ങളതാണ്, ഒരു ദിവസം നിങ്ങളെ തന്നെ ആ കുഞ്ഞ് നേടി വരുന്നു പറയും. ആൻഡ് കുഞ്ഞിങ്ങനെ കാണാണ്ടായതുകൊണ്ട് തന്നെ കാസ്ക ഗഡ്സിന്റെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യത്തിലായിരിക്കും. ഗഡ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്കയെ കൂട്ടിയിട്ട് ആ വില്ലേജിൽ ഒരു ജയിൽ പോലെ ഉണ്ടാക്കും. എന്നിട്ട് കാസ്കയെ അതിന്റെ ഉള്ളിൽ വെക്കും. എന്നിട്ട് റിക്കറ്റിനോട് പറയും, നൈറ്റ് ടൈമിൽ ഒരിക്കലും കാസ്കയെ പുറത്ത് വിടരുത്, ആൻഡ് കാസ്കയുള്ള സ്ഥലത്ത് എപ്പോഴും വെളിച്ചം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം റിക്കറ്റിന്റെ അടുത്ത് ഗഡ്സ് പറയും. ആൻഡ് ഇതിനുശേഷം കുറച്ച് ദിവസങ്ങൾ ഗഡ്സ് ആ വില്ലേജിൽ തന്നെ ഇരിക്കും. കാരണം അവൻ ഭയങ്കരമായിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവിടെ ഒരു ബ്ലാക്ക് സ്മിത്ത് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല. ആ ബ്ലാക്ക് സ്മിത്തിന്റെ അടുത്ത് നിന്ന് ഒരുപാട് ആയുധങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ ആയുധങ്ങളെല്ലാം വെച്ചിട്ട് ഗഡ്സ് ഭയങ്കരമായിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. കാരണം ഇപ്പൊ ഗഡ്സിന് ഒരു കൈ മാത്രമേ ഉള്ളൂ. ഒരു കൈ ആ ഒപ്പോസിൽ കടിച്ചെടുത്തപ്പോൾ അവൻ തന്നെ കറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ ഗഡ്സിന് ഇപ്പോൾ ഒരു കൈ മാത്രമേ ഉള്ളൂ. ആ ഒരു കൈ വെച്ചിട്ട് അവൻ ഭയങ്കരമായിട്ട് ഹാർഡ് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഈ സമയത്തെല്ലാം ഗഡ്സ് കാസ്കയായിട്ട് സംസാരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടാവും. പക്ഷെ കാസ്ക ഭയങ്കരമായിട്ട് വിയേർഡ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുക. അവൾക്ക് കൊടുക്കുന്ന ഫുഡ് അല്ല ഒരു പട്ടിയെ പോലെ ആയിരിക്കും അവൾ കഴിക്കുന്നുണ്ടാവുക. ഗഡ്സിനെ എപ്പോൾ കണ്ടാലും ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ടാവും അവൾ. അതുകൊണ്ട് തന്നെ ഗഡ്സിന് ആകെ, അതായത് ഇവളുടെ അടുത്ത് ഇനി നിന്നാൽ ശരിയാവില്ല എന്നുള്ള പോലെ ഒരു തോന്നൽ വരാൻ തുടങ്ങും. ഒന്നാമത് എപ്പോഴും ഗഡ്സിനെ രാത്രിയാകുമ്പോൾ ഒരുപാട് സ്പിരിറ്റ്സ് അറ്റാക്ക് ചെയ്യുന്നത്. സോ ഇനി ആ സ്പിരിറ്റ്സ് കാസ്കയെ അറ്റാക്ക് ചെയ്താലും പ്രോബ്ലം ആണ്. ആൻഡ് രണ്ടാമതായിട്ട് ഗഡ്സിനെ കാസ്ക തിരിച്ചറിയുന്നില്ല. ഗഡ്സിനെ എപ്പോഴും കാണുമ്പോഴും ഭയങ്കരമായിട്ട് പേടിച്ച്, അതുകൊണ്ട് തന്നെ ഗഡ്സ് ആകെ വെക്സ് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും ഇവളുടെ റിയാക്ഷനിൽ. സോ അതുകൊണ്ട് തന്നെ ഗഡ്സ് അവിടെ നിന്ന് പോകാൻ വേണ്ടി തീരുമാനിക്കും. ആൻഡ് ഈ പോകുന്നത് ഗ്രിഫിത്തിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഗഡ്സ് ആ വില്ലേജ് വിട്ട് പോകാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ സോഡ് സ്മിത്ത് വരും. ആ സോഡ് സ്മിത്ത് വന്നിട്ട് അവന്റെ അടുത്ത് ഒരു വാള് കൊടുക്കും. ആൻഡ് വാള് കൊടുത്തതിന് ശേഷം പറയും, ഞാൻ ഉണ്ടാക്കിയിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വാൾ ഇതാണ്. ആൻഡ് ഈ വാളും അതോടൊപ്പം തന്നെ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ആർമറും ഗഡ്സിന് ഉണ്ടാക്കി കൊടുക്കും ഈ സോഡ് സ്മിത്ത്. ആൻഡ് ഈ എന്താണ് ഈ കളർ മൊത്തം ബ്ലാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ആവുമ്പോൾ ഈ ഈവിൾ സ്പിരിറ്റിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഈവിൾ സ്പിരിറ്റ് വേറെ ഏതെങ്കിലും കളർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവനെ കണ്ടുപിടിക്കും. സോ ഈ കളർ ആണെന്നുണ്ടെങ്കിൽ ഈവിൾ സ്പിരിറ്റിന്റെ അടുത്ത് കുറച്ചൊക്കെ ഒന്ന് ഹൈഡായിട്ട് നടക്കും. അതുകൊണ്ടാണ് ഈ മൊത്തം അവന്റെ ഔട്ട്ഫിറ്റ് ബ്ലാക്ക് ആവുന്നത്. ആൻഡ് അതോടൊപ്പം തന്നെ റിക്കറ്റ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗഡ്സിന് ഒരു ക്യാനൺ ഉണ്ടാക്കി കൊടുക്കും. അതായത് അവന്റെ ഒരു കൈ ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ആ കൈയിനെ റീപ്ലേസ് ചെയ്യുന്ന പോലെ ഒരു കൈ പോലെ ഒരു ക്യാനൺ, അതായത് അതിൽ തിര നിറച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്കൊരു ഗണ്ണ് പോലെ വെടിവെക്കാം. സോ അതൊരു കൈയായിട്ടും ആക്ട് ചെയ്യും, ഒരു ഗണ്ണായിട്ടും ആക്ട് ചെയ്യും. ആൻഡ് ഈ ക്യാനണും ആർമറും ആൻഡ് ഈ പുതിയ വാളും എല്ലാം എടുത്തിട്ട് ഗഡ്സ് അവിടെ നിന്ന് പോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുമ്പോഴായിരിക്കും ഗഡ്സിന്റെ കഴുത്തിലുള്ള ബേഴ്സൊക്കെ മാർക്കിൽ നിന്ന് രക്തം വരാൻ തുടങ്ങുന്നത്. കാരണം അത് സ്മെല്ല് ചെയ്തിട്ട് ഒരു ഒപ്പോസില്, സ്പിരിറ്റ് അല്ല ഒരു ഒപ്പോസിൽ അങ്ങോട്ട് വന്നിട്ടുണ്ടാവും ഗഡ്സിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇത് എങ്ങനെയാ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ബേഴ്സൊക്കെ മാർക്കുള്ളിടത്തോളം കാലം എല്ലാ ഒപ്പോസിൽസിനും സ്പിരിറ്റ്സിനും ഗഡ്സ് എവിടെയാണെന്നുള്ളത് കാര്യം സ്മെല്ല് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ആ സ്മെല്ല് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒപ്പോസിൽ ഇങ്ങോട്ട് വന്നത്. ആൻഡ് ആദ്യം വരുമ്പോൾ ഒരു ചെറിയ രൂപമാണെന്നുണ്ടെങ്കിലും അങ്ങോട്ട് വന്നതിന് ശേഷം ഒപ്പോസിൽ അതിന്റെ മൊത്തം ശരീരരൂപം മാറ്റിയും കൊണ്ട് ഒപ്പോസിലായി മാറും. ആൻഡ് ഇവിടുന്ന് ഗഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓടില്ല, അതായത് പുതിയ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ വാൾ എടുത്തിട്ട് ഇതിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. എത്രത്തോളം പവർഫുൾ ആക്കി ഉണ്ടാക്കി കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാലും ഒപ്പോസിലിന് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല ഈ വാള്. ആൻഡ് അതോടൊപ്പം തന്നെ ഗഡ്സിന്റെ കയ്യിലുള്ള ആ ക്യാനണും യൂസ് ചെയ്യും ഗഡ്സ്. ഈ ക്യാനണ് ഭയങ്കര ഡാമേജ് കൊടുക്കുന്നുണ്ടെങ്കിലും ഈ ഒപ്പോസിൽ മരിക്കുന്നുണ്ടാവില്ല. ഒപ്പോസിൽ വീണ്ടും റീജനറേറ്റ് ആയിട്ട് വരുന്നുണ്ടാവും. ആൻഡ് ഗഡ്സ് വീണ്ടും അവന്റെ സ്വാഡ് എടുത്തിട്ട് ഈ ഒപ്പോസിലിനെ അറ്റാക്ക് ചെയ്യും. ആൻഡ് ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം ആ വാള് തന്നെ പൊട്ടിപ്പോവും. ആൻഡ് ഇത് കണ്ടിട്ട് ആ സോഡ് സ്മിത്ത് ആലോചിക്കും, ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് തന്നെ വൺ ഓഫ് ദ പവർഫുൾ ആയിട്ടുള്ള ഒരു സോഡാണത്. അത് വെച്ചിട്ട് തന്നെ ഈ ഒപ്പോസിലിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് ഈ സോഡ് സ്മിത്തും എറിക്കയും, അതായത് കുഞ്ഞും അതുപോലെ തന്നെ റിക്കറ്റും ആലോചിച്ചുകൊണ്ടിരിക്കും. എന്റെ കാര്യം മനസ്സിലായ ഗഡ്സ് ഒന്ന് ചിരിക്കും. ഒന്ന് ചിരിച്ചിട്ട് നേരെ ആ ഒരുപാട് സ്വാഡ്സ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമല്ലേ ആ സ്ഥലത്തോട്ട് പോകും. ആൻഡ് അവിടെ ഇയാള്, അതായത് ഈ സ്മിത്ത് ഒരു രാജാവിന് വേണ്ടിയിട്ട്, അതായത് ഒരു ഡ്രാഗൺ സ്ലെയർ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഇരുമ്പ് വാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഈ വാള് ഒരാൾക്കൊന്നും പൊക്കാൻ പറ്റത്തില്ല. മിനിമം 2-3 ആളുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വാളൊന്ന് അനക്കാൻ പോലും പറ്റത്തുള്ളൂ. ആ വാൾ അവിടെ വെച്ചിട്ടുണ്ടാവും. ഈ വാൾ നേരെ പോയി ഗഡ്സ് എടുക്കും. ആൻഡ് ഈ ഗഡ്സ് ഈ വലിയ ഇരുമ്പ് വാൾ എടുത്തിട്ട് നേരെ ഈ ഒപ്പോസിലിനെ അറ്റാക്ക് ചെയ്യും. ആൻഡ് ഈ ഒറ്റ
ഒറ്റ അറ്റാക്കിൽ തന്നെ ആ ഓപ്പോസിൽ മരിക്കും. ഇപ്പൊ ഗഡ്സിന് മനസ്സിലാവും നോർമലുള്ള സോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓപ്പോസിറ്റ്സിനെ ഒന്നും കൊല്ലാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വലിയൊരു ഇരുമ്പിന്റെ സോഡ് അവന്റെ കയ്യിൽ വേണമെന്നുള്ള കാര്യം അവന് മനസ്സിലാവും. സോ അതുകൊണ്ട് തന്നെ ഈ സോഡ് അവന്റെ കയ്യിൽ അവൻ വെക്കും. ആൻഡ് ഗഡ്സ് ഈ സോഡ് യൂസ് ചെയ്ത് കണ്ടിട്ട് ആ ബ്ലാക്ക് സ്മിത്ത് ആകെ അതായിട്ട് നോക്കിക്കും. കാരണം ഇത്രയും നാൾ അയാളുടെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരാൾക്ക് പോലും അത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, ഒരാൾക്ക് അത് അനക്കാൻ പോലും പറ്റിയിട്ടുണ്ടാവില്ല. ഗഡ്സ് അത് ഇങ്ങനെ വീശുന്ന കണ്ടിട്ട് ഇയാളാകെ അതിശയിച്ച് നോക്കി നിൽക്കും. ആൻഡ് ഇയാൾ പറയും, ഈ വാളിന് ഞാൻ ഡ്രാഗൺ സ്ലെയർ എന്ന് പേര് കൊടുത്തത് കറക്റ്റാണ്. കാരണം ഇത്രയും നാൾ ഇത് ഒന്ന് അനക്കാൻ പോലും ഉള്ള ആൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. സോ ഇപ്പൊ അങ്ങനെ ഒരാളുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഇത് ഡ്രാഗൺ സ്ലെയർ എന്നുള്ള പേര് കൊടുത്ത് കറക്റ്റാണെന്ന് പറഞ്ഞിട്ട് ഗഡ്സ് അവിടുന്ന് പോകാൻ വേണ്ടി തയ്യാറെടുക്കും. കാരണം ഇപ്പൊ ഓപ്പോസിറ്റ് മരിച്ചിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഗഡ്സ് അവന്റെ ഗ്രിഫ്റ്റിനെ തേടിയുള്ള യാത്ര തുടങ്ങാൻ നിൽക്കും. ആൻഡ് ഇപ്പൊ ഈ വില്ലേജിൽ എത്ര പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പേര് മാത്രമേ ഉള്ളൂ. റിക്കറ്റ്, കാസ്ക, എറിക്ക, അതായത് ആ സോഡ് സ്മിത്തിന്റെ മോള്, പിന്നെ ആ സോഡ് സ്മിത്ത്, ഈ 4 പേര് മാത്രമേ ഉള്ളൂ. ഗ്രിഫിത്ത് അവിടുന്ന് പോയിണ്ടാവും. അതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആവും. ഇതുവരെ നമ്മൾ 94 ചാപ്റ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടുന്ന് അങ്ങോട്ട് ഇനി പുതിയൊരു ലോസ്റ്റ് ചിൽഡ്രൻ ആർക്കാണ് തുടങ്ങാൻ പോകുന്നത്. ആൻഡ് ആ പുതിയ ആർക്ക് പുതിയ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പൊ ഇത്രയും പേര്, അതായത് എക്ലിപ്സ് ഇവന്റിൽ മരിച്ചില്ലേ, അവിടെ ആ സ്ഥലത്തിന് എന്താ ഉണ്ടാവാൻ പോകുന്നത്? ഗഡ്സ് ഗ്രിഫിത്തിനെ തേടി പോയിട്ട് എങ്ങോട്ടൊക്കെ എത്തും, പുതിയ ക്യാരക്ടേഴ്സ് ഇൻവോൾവ് ആവുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ ചാപ്റ്റർ 94 തൊട്ടിട്ട് നിങ്ങൾക്ക് വായിച്ചു തുടങ്ങാം. പുതിയ ആർക്കാണ്, ആ ആർക്കിന്റെ പേര് ലോസ്റ്റ് ചിൽഡ്രൻ ആർക്ക്. അതാണ്, അതെടുത്ത് നിങ്ങൾക്ക് വായിക്കാം. നീ ചാപ്റ്റർ വൈസ് ആണെന്നുണ്ടെങ്കിൽ 95 94 വെച്ച് തുടങ്ങാം നിങ്ങൾക്ക്. ഓക്കെ, ആൻഡ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ബൈ ഗൈസ്.